അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ പ്ലാൻ വെച്ചാൽ എൻ്റെ ഈ റമദാൻ്റെ ഒരു മാസത്തെയുള്ള ഓരോ ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ടൈം 3:30 ആയി, മോർണിംഗ് 3:30 ആയി. ഇപ്പോൾ റൂമിൽ വന്ന് ഫുഡ് എടുത്ത് പിന്നെ റൂമിൽ ഷോപ്പിൽ പോയിട്ട് ഇന്ന് തൊട്ട് ഒരു ഡേ ഇന്ന് നൈറ്റ് വിട്ടിട്ട് നാളെ നോമ്പ് തുറക്കണ വരെ ഉള്ള ഒരു ഡേ ആണ് ഞാൻ കൗണ്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ അങ്ങനത്തെ ആ ഒരു ഇതിൽ എൻ്റെ 1 ഡേ ലൈഫ് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോറെടുത്തിട്ട് ഇതാ പോകുന്നു. ജമാലിക്ക ദേ അങ്ങ് പോകുന്നു. ഇവിടെ നിന്ന് തന്നെ റൂമിൽ ഞാനും ജമാലിക്കായിട്ട് ചോറ് കൊണ്ടുപോകണം. ഈ കൊണ്ടുപോയി എല്ലാവരും കഴിക്കും. ദെൻ അവിടെ തോർക്കും കാര്യമൊക്കെ കാണിക്കും. ഹായ് ഗായ്സ്, അപ്പോൾ രാവിലെ 5 മണിയായി. ഇപ്പോൾ നമ്മൾ 4 പേരുണ്ട്. ജമാലിക്കായും നസ്രവും സിനായിക്കായുണ്ട്. പിന്നെ ഞാൻ നമ്മൾ 4 പേരായിട്ട് ഇപ്പോൾ ഷോപ്പും പൂട്ടി എല്ലാ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. ദെൻ അവർ മുതൽ അങ്ങോട്ട് പോണ്. ഇപ്പോൾ രാവിലെ 5:13 ഇപ്പോഴാണ് ശരിക്കും വർക്ക് ഞാൻ എന്താ റൂമിൽ വന്ന് കുറച്ച് വേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഡസ്റ്റ്ബിന്നിലിട്ടിട്ട് തിരിച്ചങ്ങനെ റൂമിൽ പോകണം. ഓക്കെ, അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വെച്ചാൽ നിസ്കരിക്കണം, കുളിക്കണം, നിസ്കരിക്കണം. ഇനി വീട്ടിൽ പുരയിലൊക്കെ വിളിച്ച് കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം സ്റ്റോറിയൊക്കെ നോക്കിയിട്ട് കടന്നുറങ്ങും. എന്തായാലും ഒരു 8 മണിയാകുമ്പോഴത്തേനും ഉറങ്ങും. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8:30 ആയി. ഇപ്പോഴെന്നെ ഉറങ്ങാൻ പോകണം. ഓക്കെ, കുറച്ച് തുണിയൊക്കെ കഴിവുണ്ടായിരുന്നു, അതൊക്കെ തുണിയൊക്കെ കഴുകി വിരിച്ച് പിന്നെ ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ നല്ല ഉറക്കമുണ്ട്. ദെൻ 8:30 ആയെന്ന് തോന്നണം. അപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് പിന്നെ നാളെ രാവിലെ എണീച്ച് ബാക്കിയുള്ളത് നിന്ന് കാണാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, രാവിലെ എന്ന് പറഞ്ഞത് ഇപ്പോൾ മോർണിംഗ് AM, പിന്നെ ഞാൻ ഇപ്പോൾ ഉറങ്ങിയിട്ട് ഈ ഈവനിങ് 3 PM ആകുമ്പോഴാണ് എണീക്കണം. 3 മണിയാകുമ്പോൾ ഈവനിങ് എണീക്കും. അതാ പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 9, 10, 11, 12, 1, 2, 3, 7 hours പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഉറങ്ങി എണീച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ പിന്നെ പകുതി എണീക്കും, അല്ലെങ്കിൽ അസറിലൂടെ തന്നെ വിക്കറ്റ് നിസ്കാരമൊക്കെ ഉള്ള. ദെൻ അതിനുശേഷം ഷോപ്പിൽ പോകുന്നതും എൻ്റെ ഒരു ഫുൾ ഡേ ലൈഫ് കാണിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് 30 നോമ്പും കിട്ടി. റമദാൻ്റെ 30 നോമ്പും കിട്ടി. നമ്മൾ 30 നോമ്പ് പിടിച്ച് 30ാമത്തെ നോമ്പാണ്. അപ്പോൾ നമ്മൾ 30 നോമ്പ് പിടിച്ച് കഴിയാറാക്കി. അങ്ങനെ നാളെ റമദാൻ പെരുന്നാളായി. അപ്പോൾ പെരുന്നാളിന് വേണ്ടി ഞാൻ നേരത്തെ ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടി ഡ്രസ്സൊക്കെ എടുത്തിരുന്നു. ഞാൻ മാക്സി ആയിരുന്നു ടീഷർട്ടൊക്കെ എടുത്തത്. മാക്സി ഇവിടെ സ്ട്രീറ്റ് മാൾ ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് മാൾ മാക്സി പോയി ടീഷർട്ട് എടുത്തിരുന്നു. പിന്നെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഒരു പാൻറ്റും ഒരു ഷൂസും പർച്ചേസ് ചെയ്ത്. അപ്പോൾ നാളെ അടിച്ച് പൊടിക്കണം. ഇന്ന് പിന്നെ ഷോപ്പിൽ പോകണം. പിന്നെ 4 മണിക്ക് എനിക്ക് ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടി ബാക്കി നെക്സ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഉറങ്ങി എണീച്ചിട്ട് അതിന് ശേഷം കാണിക്കും. ഓക്കെ, 4 ആയിക്ക്. ഇപ്പോഴാണ് ഉറക്കം എണീച്ച് നിസ്കരിച്ചിട്ടൊക്കെ നേരെ ഷോപ്പിൽ പോകേണ്ട നേരമായി. അങ്ങനെ ഷോപ്പിൽ പോകാൻ പോകണം. ഓക്കെ, ഇനി ഷോപ്പിൽ പോയിട്ട് ഞാൻ ഇത് മുമ്പിട്ട് വ്ളോഗുകളൊക്കെ ഉണ്ട്, ഫുഡ് പ്രിപ്പറേഷൻസും പിന്നെ നോമ്പ് പറയും. അപ്പോൾ പിന്നെ നേരെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ പോവാണ്. ആ ഷോപ്പിൽ പോകുന്ന വഴി കൂടെ പോകുന്നു ഞാൻ. അപ്പോൾ റമദാൻ്റെ അവസാനത്തെ നോമ്പുറയ്ക്ക് വേണ്ടി ഇങ്ങനെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത്. ഇതായിരുന്നു ഈ കൊല്ലത്തെ ലാസ്റ്റത്തെ റമദാൻ്റെ ഇഫ്താർ. അപ്പോൾ എല്ലാവരും അതിനായിട്ടുള്ളത് തയ്യാറെടുപ്പിൽ എങ്ങനെ ഏകദേശം ബാങ്കുളി ചെയ്യുന്ന സമയമൊക്കെ ആയി. ദെൻ നോമ്പും തുറന്ന് സമയം ഇപ്പോൾ 6:06 ഞാൻ ഇപ്പോൾ തന്നെ നോമ്പ് തുറന്ന് 5:59 ബാങ്കിന് ബാങ്ക് വിളിച്ച് നോമ്പൊക്കെ തുറന്നിട്ട് പള്ളിയിൽ പോകുന്നു. ട്രാഫിക്കായി കൂടെ ഉണ്ട്. പിന്നെ ഇതാ പള്ളിയിൽ പോയിട്ടിരിക്കണം. ഇനി പള്ളിയിൽ പോയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിക്കണം, എന്നിട്ട് ഷോപ്പിൽ പോകണം. ഓക്കെ, അപ്പോൾ നടന്ന് പള്ളി എത്തി. ഈ പള്ളിയിലാണ് നമ്മൾ പോണത്. വെള്ളിയാഴ്ചയൊക്കെ ഈ പള്ളിയിലാണ് പോണേ. ഇതായിരുന്നു പള്ളി. അപ്പോൾ ഞാനൊക്കെ പോണതിൻ്റെ റൂമിൻ്റെ അടുത്തായി പള്ളി, അടുത്തായിട്ടായി പള്ളി പറഞ്ഞത്. അപ്പോൾ ഈ പള്ളിയിൽ നമ്മൾ പോകണം. പിന്നെ നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് ഇനി റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം. ഓക്കെ, ഹലോ ഗൈസ്, ഇപ്പോൾ കറക്റ്റ് 8 മണിയായി. ഞാൻ 7 മണി ഷോപ്പിൽ തൊട്ട് 8 മണി തിരിച്ച് വന്നതേ ഉള്ളൂ. പിന്നെ 9 മണി തൊട്ട് പിന്നെ മോർണിംഗ് നാളെ രാവിലെ വരെ പിന്നെ വേറെ വർക്കുണ്ട്. വേറെ വർക്കല്ല, ഷോപ്പിൽ തന്നെ വർക്കുണ്ട്. അപ്പോൾ കറക്റ്റ് 8 മണിയായി. പിന്നെ 1 hour റെസ്റ്റാണ്. അതിനുശേഷം ഡ്യൂട്ടി ആയിട്ടുള്ള. ഇപ്പോൾ അവിടെ പോയി എല്ലാം സെറ്റാക്കിയിട്ട് വന്ന്
ഷിഫ്റ്റ് ആയത് ഞാൻ സെക്കൻഡ് വർക്കിന് പോയി. പിന്നെ 9 മണി ടു അങ്ങോട്ട് ഫുൾ വർക്കായിരിക്കും. ദെൻ ഇത്രയേ ഉള്ളൂ എൻ്റെ ലൈഫ് ഇതാ. ഓക്കെ, ഈ റമദാൻ മാസത്തിൽ ഉണ്ട് ഓരോ ദിവസം എനിക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ നാളെ തൊട്ട് വേറെ ലൈഫ് ആയിരിക്കും. റമദാനിന് മേ ബി കൂടുതൽ റെസ്റ്റ് ഉണ്ടായത്, പിന്നെ അടുത്ത ദിവസത്തിൽ റെസ്റ്റ് ചെയ്തെങ്കിൽ കുറവായിരിക്കും. വെച്ചാൽ നല്ല ഡിഫറെൻറ്റാണ്. ഷിഫ്റ്റ് വർക്കാം വെച്ചാൽ പകുതിയായിട്ട് മോർണിംഗ് പോകണം, നൈറ്റ് പോകണം, അങ്ങനത്തെ വർക്കാം. അപ്പോൾ എൻ്റെ റമദാൻ്റെ ഈ ഒരു മാസത്തിലെ ഓരോ ദിവസം ഇങ്ങനെയായിരുന്നു. ഓക്കെ.